ഒരു സാഹചര്യം എനിക്ക് ഒരു ഒഴിവുമില്ല, കണ്ണനെ സ്നേഹിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല എന്ന് കണ്ട ഞാൻ മതം മാറി തന്നെ ചെയ്യും. ഈ വരയൊക്കെ എങ്ങനെ പോകുന്നത്? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഗുരുവായൂർ നടയിൽ നിന്നും അവിടെ മുൻവശത്തൊന്നും ചിത്രങ്ങൾ പകർത്തരുത്, പങ്കുവെക്കരുതൊക്കെ അത് ലംഘിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവാണ് ലംഘിച്ചത്. അതിന് കേസെടുത്തിരിക്കുന്നു. താങ്കൾ ഒളിവിലാണെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാദം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് സംഭവം എന്താ വെച്ചാല്, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഒളിവിലും കാര്യങ്ങളൊന്നും അല്ല. പിന്നെന്ന് വെച്ചാല് കഴിഞ്ഞ ജൂൺ 15 ഞാൻ ഗുരുവായൂര് നടപ്പന്തലിൽ വെച്ചിട്ട് ഒരു മുട്ട ഉപയോഗിക്കാത്തൊരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടുന്ന് മുറിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ അവിടുന്ന് മുറിച്ചത്. പക്ഷേ അതിൽ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വാദം തുടങ്ങി എല്ലാവരും. അതിന് മുമ്പേന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ തന്നെ, കുറച്ച് സ്ത്രീകൾ എന്ന് പറയാം, ഇവരെന്നെ ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നിരപരാധിത്വം അല്ലെ എന്റെ സൈഡ് ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളും അവിടെ നിന്നൊരു വ്യക്തിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. അതിൽ ഞാൻ ഒരു പങ്കാളിയും അല്ല, ഞാൻ അത് അവിടെ ഉണ്ട് എന്നല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പൊ അതും വെച്ച് ഈ കേക്ക് മുറിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് കൊടുത്തത്. അപ്പം ഹൈക്കോടതി പറയുകയും ചെയ്തു അമ്പല പരിസരം കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ളതും. ആ തെറ്റെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിചാരിച്ചത് മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ആയതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ ആചാരമാണ്, ക്രിസ്ത്യൻസിന്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യല്, അത് നടയിൽ വന്ന് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അങ്ങനെ ഈ ഹൈക്കോടതി പറഞ്ഞു ഇനി അവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ നിയന്ത്രണവും നടത്തി. അപ്പൊ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും ഫോട്ടോഗ്രാഫി അലോഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ഉത്സവത്തിന്റെ അന്ന് എനിക്കൊരു നേർച്ച എന്നുള്ള രീതിയിൽ ഞാൻ ജപമാല ചാർത്താന്നുണ്ടായിരുന്നു, ഹരേ കൃഷ്ണ എഴുതിയിട്ട്. അപ്പൊ ഞാൻ 101 ഹരേ കൃഷ്ണ എഴുതി ഒരു മാല പോലെ കോർത്ത് പല പല വർണ്ണക്കടലാസുകളിലും, വെറും വൈറ്റ് പേപ്പർ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പല പല വർണ്ണക്കടലാസുകളിലാക്കിയിട്ട് ഹരേ കൃഷ്ണ എഴുതി അത് കൊണ്ടുപോയി ഞാൻ മുമ്പിലെ നമ്മുടെ സ്കാനറൊക്കെ വെച്ച ഒരു ഇതിന്റെ മുകളിലൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചാർത്തുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. അതും വാങ്ങി ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് പിന്നെ റോഡ് സൈഡിൽ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. അപ്പൊ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കല്ല എന്താണ് എന്നുള്ളത്. അപ്പൊ നോക്കുമ്പോൾ റോഡ് സൈഡിൽ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ്. കണ്ണനെ കണ്ടാൽ ഒന്ന് കണ്ണൻ്റെ അടുത്ത് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പൊ ഞാൻ എന്താക്കി, ഞാനും പോയി കണ്ണനെ കാണാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് കണ്ണനൊരു ഉമ്മയും കൊടുത്തു. കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്ന് വെച്ചാല് ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തോളം ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ്. എന്ന് വെച്ചാൽ ഒരു 3 വയസ്സിന് താഴെയുള്ള എന്ന് തന്നെ പറയാം, അത്രയുള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത്. അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളില് എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനമാണ് കണ്ണന്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണക്കാക്കുന്നതാ കണ്ണന്. അങ്ങനെയാണ് ഞാൻ കണ്ണന് ഉമ്മ കൊടുക്കുകയും ചെയ്തത്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തു, ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട്. ആരോ വെച്ച കണി എന്റെ പേരിലാക്കി. ഞാൻ റോഡ് സൈഡ്, കണിക്കൊരു മഹത്വമുണ്ടോലെ, ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് സൈഡിൽ ജസ്ന സലീം കണ്ണന് കണി വെച്ചു എന്ന്. കണിക്ക് മഹത്വം ഉണ്ടെങ്കിൽ അത് ഹൈന്ദവരെയല്ലേ അവർ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, ഞാനല്ലല്ലോ വെച്ചത്. അപ്പൊ ഇവര് ഞാനാ വെച്ചത് എന്ന് പറഞ്ഞ് കണിക്ക് മഹത്വമുണ്ട് എന്ന് പറയുന്നത്. അതെന്നാ വർഷങ്ങളായിട്ട് ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ റോഡ് സൈഡ് കണി കാണാറുണ്ട്. ഇവരെന്തുകൊണ്ട് ആരോടും പറഞ്ഞു കൊടുത്തില്ല? പിന്നെ അതേപോലെ അടുത്ത പറയുന്നത് എന്താ വെച്ചാല് ഇവള് കണ്ണന് ഉമ്മ കൊടുക്കാൻ ഇവളുടെ ഭർത്താവാണോന്ന്. ഈ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ ഉമ്മ ഭർത്താക്കന്മാർക്ക് മാത്രമാണോ കൊടുക്കാറ്? ഞാൻ ഉമ്മ കൊടുത്ത എന്റെ കുഞ്ഞിനെ പോലെ കണ്ടിട്ട്, എന്റെ സ്വന്തം മകനെ അല്ലെ മകളെ പോലെ കണ്ടിട്ടാണ് ഞാൻ കണ്ണനൊരു ഉമ്മ കൊടുത്തത്. അപ്പൊ ഇവളുടെ ഭർത്താവാണോ കണ്ണന് ഉമ്മ കൊടുക്കാനെന്ന്. പബ്ലിക്കിന്റെ ഇടയിൽ കണ്ണനെ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ് നമ്മളെന്താ പബ്ലിക് ആണെന്ന് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് നമ്മൾ ഉമ്മ കൊടുക്കാതിരിക്കോ?
പബ്ലിക്കിന്റെ ഇടയിൽ ഇത്രത്തോളം മറ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിയ തെറ്റാണോ ഇത്? ഞാൻ എൻ്റെ കണ്ണനെ കണ്ടു. എൻ്റെ കണ്ണന് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. ആ കണ്ണനെ ഞാൻ കൂടെ നിന്നൊരു വീഡിയോ എടുത്തു, ഒരു ഉമ്മയും കൊടുത്തു. അതിപ്പം വലിയ വിവാദമായി. അവര് ഇനിയും കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണോ അല്ലെ? കണ്ണന നടു റോട്ടിൽ കണി വെച്ചു, അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് എടുത്തോളൂ. കാരണം ആ പരിസരമൊക്കെ CCTV ഉള്ളതാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പോയി വന്നതാണ്. അവിടെ ഗുരുവായൂർ പോലീസുകാരൊക്കെ ആ പരിസരത്തുള്ളതാണ്. അവരന്വേഷിക്കാതെ കേസെടുക്കൂലോ. അവരന്വേഷിച്ചിട്ട് ജസ്ന സലീം കണ്ണനെ അപമാനിച്ച് റോഡ് സൈഡിൽ കണി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ, എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രമേൽ വ്യാജ പ്രചരണങ്ങളാണ് എന്നെക്കുറിച്ച്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു തെറ്റുപറ്റി. ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല. ഇനി എൻ്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്നത് ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിന്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിന്റെ ആചാരമാണെന്നൊന്നും. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും. അപ്പം ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതുമേലാണ് ഇത്രത്തോളം വിഷയം എനിക്ക് വന്നത്. എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എൻ്റെ മതസ്ഥരെന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ഇവരെല്ലാവരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ? എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ്. 2016 തൊട്ടിട്ട് എന്നെക്കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ജസ്ന സലീം എന്ന് എൻ്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പം ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എൻ്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാനതിനെ കണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതൊരു പബ്ലിസിറ്റി അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റികളുണ്ട്. പക്ഷെ ഞാൻ ഇത്ര മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സമൂഹം അറിയണം. എന്നെക്കുറിച്ച് ഇത്രയും കാലം പുറം ലോകം അറിഞ്ഞത് ഇതേ വീഡിയോസിലൂടെയാണ്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതേ വീഡിയോസിൽ കൂടെ കണ്ണന്റെ പേരിൽ തന്നെയാണ് ഞാൻ പുറം ലോകം അറിയപ്പെട്ടത്. ഈ BJPക്കാരും RSSകാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറേ BJPയിലും RSSയിലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി, അതെൻ്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട്. അപ്പം ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ചിലർ ചോദിക്കും ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എൻ്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതേ അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണേ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ നിങ്ങളുടെ മതത്തിലെ ആളുകളെ തള്ളി പറയുന്നു, അപ്പോൾ ഒക്കെ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലേ? ഇപ്പോൾ RSSന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ BJPക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ? പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ളൊരു കാരണം? അവർ പൂർണ്ണമായും നിങ്ങളെ തള്ളി പറയാനുള്ള കാരണം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ RSS BJP എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട്. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ്. അതേപോലെ MT രമേശ് ഏട്ടന്, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ, കുമ്മനം രാജശേഖരേട്ടൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ RSSന്റെയും BJPന്റെയും നേതാക്കന്മാരല്ല എന്നെ ഇതാക്കുന്നത്, അണികള് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാൻ RSSകാരിയാണ് അല്ലെ ഞാൻ BJPക്കാരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ,
ഇവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യം ഓടിയെത്തിയത് ഈ അടുത്തുള്ള BJP ആൾക്കാർ തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് ഇതുവരെ എന്നോട് ഒരു മുഷിപ്പ് രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ RSSഉം BJP ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർ നിരന്തരം എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കണമെന്നുള്ള വാശിയോടുകൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത്. ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിക്ക് കാണാനല്ലേ, ഇപ്പോൾ അത് ഞങ്ങൾക്കൊണ്ടും പറ്റും. പക്ഷെ പറ്റുന്നവർ പറയുന്നേ ഉള്ളൂ, അവരിതുവരെ പോയിട്ടില്ല. അതിന്റെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാച്ച കുശുമ്പ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് സ്ത്രീകൾ ഉള്ളത് പറയാലോ, BJP ആണ് RSS ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ നിരന്തരം നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഒരു തെറ്റ് പറ്റിയെന്ന് ഞാൻ തുറന്നു പറയുന്നു. ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവക്ക് തെറ്റ് പറ്റിയല്ലോ, ആ പറ്റ് അവർക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതുമ്മലിങ്ങനെ ചൊറിഞ്ഞ് ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചതാ. അവർക്കത് അങ്ങനെ ആവാവൂ എന്ന് നടക്കുന്ന കുറച്ച് BJPന്റെ RSSന്റെ ആൾക്കാർ. പക്ഷെ മാനസികമായൊരു എന്നാണ് പറയുന്നത്. പക്ഷേ ജസ്ന നിരന്തരം പറയുന്നത് കൃഷ്ണനാണ് ദൈവം, കൃഷ്ണനാണ് എൻ്റെ ഏറ്റവും വലിയ ദൈവം എന്ന രീതിയിലൊക്കെയാണ്. അതെങ്ങനെ തമ്മിൽ പൊരുത്തപ്പെടുക? അല്ല, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മൾ ബഹുമാനിക്കാതെ കഴിച്ചാൽ നമുക്ക് എപ്പോഴും ബഹുമാനിക്കാതെ നമ്മൾ കഴിച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം, ഇല്ലേ? അന്നത്തെ ബഹുമാനിച്ച് അന്നത്തെ റെസ്പെക്ട് ചെയ്ത് മാത്രം അത് കഴിച്ചാലേ നമുക്ക് ലൈഫ് ലോങ് ആ അന്നം കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അതേപോലെ 12 വർഷമായി എൻ്റെ അന്നമായി മാറിയതാണ് കണ്ണൻ. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ചില വ്യവസായ പ്രമുഖരെയൊക്കെ വെച്ചും സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രചരണം നടത്തുന്നു. അവരുടെ എന്തോ ഓഡിയോ പുറത്തുണ്ടോ, ഓഡിയോ ഉള്ളവർ അയച്ചു തരിക എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത് അവന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റൂല. അപ്പം ഇവന് നിർബന്ധിച്ചു. അപ്പം ഇവനോട് എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാനും പറ്റൂല. അപ്പം ഞാൻ എന്താക്കി, ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ കോള് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തു. ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവൻ അയച്ചു കൊടുക്കാനാണ്. അപ്പം അതിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിന്നെ എത്ര നേരമായി വിളിക്കുന്നു, നീ എവിടെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും നേരം കുളിയോ, നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പം ഹണി ട്രാപ്പ് പോലെ അവരെ എന്തെങ്കിലും ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് കാണണോ, നിങ്ങൾ വരുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ആരും ചോദിക്കും. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, ആളും ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത്രയും നേരം കുളി എന്താന്ന് ചോദിച്ചാൽ എന്നാ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ അത് അവിടെ നിർത്തി അടുത്ത വർത്താനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ ആള് വരണം എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ഹണി ട്രാപ്പൊക്കെ ആരോപണമായി മുന്നോട്ട് വരുന്ന ഏറെയും സ്ത്രീകളാണ്, അല്ലെ? ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട്. എന്താണ് സ്ത്രീകൾ ഇത്രമാത്രം രംഗത്ത് വരുന്നത്? അത് ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ആളുകൾ വിശ്വസിക്കുകയും ചെയ്യില്ലേ? ഒരു സ്ത്രീക്കെതിരെ ഇത്ര അധികം ആളുകൾ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമെന്നൊരു തോന്നൽ വരില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സ്ത്രീ, ഒരു പുള്ള എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു വ്യക്തിനെ വല്ലാണ്ട് വെള്ള പൂശുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിയുടെ പേരിൽ 4 ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് വാറന്റ് ഉള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിനെ ഞാൻ കള്ളക്കേസ് കൊടുത്ത് ജയിലിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നിരന്തരം വീഡിയോ ഇടുന്നു. അപ്പൊ ഇവർക്ക് എന്താണ് ഇതിന്റെ പുറകില് എന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ നിരന്തരം ഇങ്ങനെ ഉപദ്രവിക്കുക. ഞാൻ ഇവർ പറയുന്നത് കൊയിലാണ്ടി സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഇപ്പം നേരിട്ടൊന്ന് പോയി ചോദിച്ചു നോക്കൂ. കൊയിലാണ്ടി സ്റ്റേഷനിൽ ജസ്റ്റ് ഇവിടെ പീഡന കേസ് തന്നിട്ടുണ്ടോ, എത്ര പീഡന കേസ് തന്നു, ഒരു കേസ് തന്നിക്കെന്ന് കൊയിലാണ്ടിക്കാർ പറയട്ടെ. നിങ്ങൾക്ക് എസ്ഐന്റെ നമ്പർ കിട്ടാൻ മീഡിയക്കാരല്ലേ, നിസ്സാര സമയം കൊണ്ട് പറ്റും, ഒന്ന് പോയി അന്വേഷിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഞാൻ തന്ത്രിനോട് പറഞ്ഞു, വല്ലാത്ത പരീക്ഷണ കണ്ണന്. അവനോട് പറഞ്ഞു, അതങ്ങനെയാണ്, നീ കണ്ണനിൽ എത്രത്തോളം അങ്ങോട്ട് പോകുന്നു അത്രത്തോളം മേൽ നിന്നെ പരീക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന, പിന്നെ എനിക്ക് കണ്ണന്റെ കൂടെ അങ്ങ് പോയിക്കൂടെ, എന്തിനാടി ഇസ്ലാം മതത്തിൽ നിൽക്കുന്നതെന്ന്. എന്റെ സൗകര്യ
ഞാൻ എവിടെ നിൽക്കണം എന്നുള്ളത് എൻ്റെ സൗകര്യമാണ്. ഒരുത്തനും അത് മാറ്റാൻ പറ്റൂല. നിങ്ങളിനി എല്ലാവരും കൂടി വന്നിങ്ങാൻ ഇവിടെ പ്രതിഷേധം നടത്തിയാൽ എനിക്ക് മാറണം എന്ന് തോന്നിയാലേ ഞാൻ മാറുള്ളൂ. ഞാൻ പടച്ചോനെ വിടണമെന്ന് ഞാൻ തീരുമാനിക്കണം. അല്ലാതെ നിങ്ങൾ ആരും ഇതുമേൽ കുറേ ആൾക്കാർക്കുണ്ടാവും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. അതിൽ ഞാൻ കണക്കാക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് 10 രൂപ കിട്ടാനുള്ള വഴി അത്രമാത്രം കൂട്ടിയാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് മതത്തിനോട് അത്രമേൽ ഭ്രാന്തമായ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ഒരു അന്യസ്ത്രീയുടെ വീഡിയോയും കാണൂല, ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ എന്ന് പറയുകയും ചെയ്യൂല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇല്ലാ വചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്നും വരുമാനം വാങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കുക, ഞങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ അന്തസ്സുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ രാപ്പകല് കുത്തിരിന് വരച്ചിട്ടാണ് ഞാൻ അതിന്ന് വരുമാനം കിട്ടുന്നത്. അത് ദൈവമായി പോയത് എൻ്റെ ഒരു തെറ്റുമല്ല. ഞാനൊരു ദൈവത്തിനെ വരയ്ക്കുന്നത്. അതിൽ ഞങ്ങളുടെ മതത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, വന്നിച്ചിട്ടില്ലെങ്കിൽ നിന്ദിക്കാൻ പാടില്ല എന്ന്. ഞാൻ മറ്റൊരു മതസ്ഥയായതാണ് ഇപ്പോൾ പലർക്കും പ്രശ്നം. അവരുടെ കണ്ണനാണ് പോലും, അവരുടെ കണ്ണനെ ഞാൻ എന്തിനു വരയ്ക്കുന്നത്, അവരുടെ കണ്ണനെ ഞാൻ എന്തിനു ഉമ്മ വെച്ച്, അവരുടെ കണ്ണൻ്റെ അടുത്തേക്ക് ഞാൻ എന്തിനു പോയി. ഞാനും ചോദിക്കട്ടെ, കണ്ണന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്കാരുടേത് മാത്രമാണെന്ന്? ഹൈന്ദവരോട് ചോദിക്കുക, ഞാൻ എവിടെങ്കിലും കണ്ണൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പാടുള്ളൂ? ഞാൻ അറിഞ്ഞൊരു സംഭവമുണ്ട്, കണ്ണനെ അറിയാതെങ്കിലും നമ്മൾ നാവുകൊണ്ട് ഒന്ന് വിളിച്ചു പോയാൽ കൂടെ ഇറങ്ങിപ്പോരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലരിഞ്ഞോട് ചോദിക്കുന്നത്, എന്തിനാണ് ഗുരുവായൂർ പോയി കളിക്കുന്നത്, നന്ദനം സിനിമ ഉണ്ടില്ല എൻ്റെ പുരയിലേക്ക് ഇങ്ങോട്ട് വരൂലേന്ന്. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഒരു ഒഴിവുമില്ല, കണ്ണനെ സ്നേഹിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല എന്ന് കണ്ട ഞാൻ മതം മാറി തന്നെ ചെയ്യും. ഈ വരയൊക്കെ എങ്ങനെ പോകുന്നത്? വരയൊക്കെ ഉഷാറായി